ഈ ഒരു പ്രോഡക്റ്റ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. സംഭവം യൂസ്ഫുൾ ആവോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ബാത്റൂമിലൊക്കെ സൈഡിലും വാഷ് ബേസിൻ്റെ സൈഡിലും ഹാൻഡ് വാഷ് ചെയ്യുന്നതിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ലീക്കുകൾ കാണുന്നു, അതായത് ഗ്യാപ്പുകൾ കാണുന്നുണ്ട്. വാട്ടർ പ്രൂഫ് ഗ്ലൂ എന്നാണ്, ട്രാൻസ്പെറൻ്റ് ആണെന്നാണ് ഇത് പറയുന്നത്. സംഭവം ചൈനീസിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഏകദേശം 250 രൂപ അടുപ്പിച്ചാണ് വന്നത്. ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ഈ ബോക്സിനകത്ത് ഒരു ബ്രഷും കൂടി വരുന്നുണ്ട്. ഏകദേശം ബ്രഷിൻ്റെ വില ഒരു 30 രൂപ കൂട്ടിക്കോ. അപ്പം ബ്രഷ് ഇതിപ്പം സക്സസ് ആയില്ലെങ്കിൽ ബ്രഷ് കൊണ്ട് മറ്റും പല കാര്യങ്ങളുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തൊരു സീലൊക്കെ ഉണ്ട്. സംഭവം നല്ല സേഫ് ആയിട്ടൊക്കെയാണ് അവർ പാക്ക് ചെയ്ത് തന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്മെല്ലുണ്ട്, ഫെവിക്കോളിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ ഒരു കെമിക്കലിൻ്റെ കൂടെ ഫെവിക്കോൾ മിക്സ് ചെയ്ത് റൂമിൻ്റെ സൈഡിലെ ടൈല് പൊട്ടിയിരിക്കുന്ന കാഴ്ച. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തുണി വെച്ച് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്നത്. അതെങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പുറത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് അവർ പറയുന്നത്, പക്ഷേ തേക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അത് കഞ്ഞിവെള്ളത്തിൻ്റെ കളർ. എന്നൊന്നും എനിക്ക് ഡൗട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കതിൽ കാര്യമില്ല. ഇതാണ് ബാത്റൂമിൻ്റെ സൈഡിലെ ടൈല് പൊട്ടിയിരിക്കുന്ന കാഴ്ച. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തുണി വെച്ച് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്നത്. അതെങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പുറത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് അവർ പറയുന്നത്, പക്ഷേ തേക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അത് കഞ്ഞിവെള്ളത്തിൻ്റെ കളർ. അപ്പോൾ പോട്ടെ, അതും സാരമില്ല. ഇനി അടുത്ത പരിപാടി നോക്കാം. വാഷ് ബേസിൻ്റെ അവിടെ ഇത്ര ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് കൂടി നോക്കാം. അറിയാൻ പറ്റില്ല ചിലപ്പം ഏതാണ് സക്സസ് ആകുന്നതെന്ന്. അപ്പോൾ ടൈല് നമ്മൾ തേച്ച് പിടിപ്പിച്ചു. കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം അത് സെറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇതാ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഇത്രയും വലിയൊരു ഗ്യാപ്പ് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ തേച്ച് നോക്കി. ട്രാൻസ്പെറൻ്റ് ആണല്ലോ, പോരാത്തതിന് വൈറ്റ് കളർ. ഓക്കെ, ഇപ്പോൾ എന്തായാലും ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ സെറ്റ് ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ അതിനുശേഷം വേറെ ഡോറിൻ്റെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതും ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ വാഷ് ബേസിൽ അവിടെ ഫില്ല് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി. ഇപ്പോൾ ആ ഗ്യാപ്പെല്ലാം ഫില്ലായി. ഈ ഡോറിൻ്റെ കട്ടള വരുന്ന ഭാഗത്ത് ഇതുപോലെ ഗ്യാപ്പ് ഫില്ലാവുന്നുണ്ട്, ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് അടയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഓപ്പൺ ആയിട്ടിരുന്നതിനകത്ത് വല്ല ഉറുമ്പോ കാര്യങ്ങളൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും നമ്മളത് ഫില്ല് ചെയ്തു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് വെച്ച് തേച്ചത്. അപ്പോൾ നമുക്കറിയോ, അപ്പോൾ ഇത് സക്സസ് ആകുമെന്നാണ് വിചാരിക്കുന്നത്. ഫ്യൂ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് സെറ്റായിട്ടിരിക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ബോക്സിനകത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം റേറ്റിംഗ് 5 കൊടുക്കാൻ കൂടി അവർ പറയുന്നുണ്ട്. എന്തിനത് കൊടുക്കണം? സക്സസ് ആവുന്നില്ലെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് റേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രോഡക്റ്റ് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും. അതാണ് എൻ്റെ ഒരു രീതി. ഓക്കെ, അങ്ങനെ ഈ ഒരു കട്ട്ലയുടെ ഈ ഒരു ഗ്യാപ്പും ഏതൊരു ഗ്യാപ്പും അടയ്ക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അവസാനത്തെ പരിപാടി നിങ്ങൾ കണ്ടു നോക്കണം. അപ്പോൾ അവിടെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഫൈനൽ റിപ്പോർട്ട്. എന്നാലും ഞാൻ തേച്ചത് എവിടെ തേച്ചു എന്ന് പോലും കാണുന്നില്ല. അടുത്തത് വാഷ് ബേസിൻ്റെ അവിടെ തേച്ചത്, അത് തേച്ചത് എങ്ങോട്ട് പോയെന്നുള്ളൊരു പിടിയില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ പറഞ്ഞു വന്നത് പ്രോഡക്റ്റ് ഉടായ്പാണ്. അങ്ങനെ ഈ ഒരു പരീക്ഷണം ഫെയിലായിരിക്കുകയാണ്. അപ്പോൾ ആരും ഈ പ്രോഡക്റ്റ് വാങ്ങാതിരിക്കുക. ഓക്കെ, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലീക്കൊക്കെ ഒട്ടിക്കുക എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ഫെയിലായിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്തിനാണ് ഈ ബോക്സിനകത്ത് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞെന്നൊരു പിടിയില്ല. അടാറ് വേസ്റ്റ് പ്രോഡക്റ്റാണ്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് മറ്റുള്ളവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വെറും ഫേക്കാണ്. താങ്ക് യു.